ഇപ്പോൾ മേരിക്കുട്ടി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. മേരിക്കുട്ടി, നമസ്കാരം. ഞങ്ങൾ സാബുവിൻ്റെ വിയോഗത്തിൽ ഞങ്ങൾക്കും സങ്കടമുണ്ട്. ഞങ്ങളും പങ്കുചേരുകയാണ്. മേരിക്കുട്ടി, എന്നെ കേൾക്കാൻ കഴിയുമെന്ന് കരുതുന്നു. എനിക്കറിയാം ഈ സമയത്ത് മേരിക്കുട്ടി പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് സംശയമുള്ളത്. അത് പ്രേക്ഷകർ അറിയാൻ വേണ്ടിയും ഇത് കേൾക്കുന്ന അധികൃതർ അറിയാൻ വേണ്ടിയുമാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇതിന് മുൻപ് എപ്പോഴെങ്കിലും ഇങ്ങനെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ സാബുവിന്, മേരിക്കുട്ടി, നമ്മുടെ ഈ സൊസൈറ്റിയിൽ നിന്ന്? ഞങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടായത് 1.5 വർഷമായിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. 1.5 വർഷം വരെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല? പൈസയുടെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. 1.5 വർഷം കഴിഞ്ഞ് ഈ ബാങ്ക് പൊളിയാൻ തുടങ്ങുകയാണ് എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾ പൈസ ആവശ്യപ്പെട്ട് തുടങ്ങിയപ്പോഴാണോ ഈ പ്രശ്നം ഉണ്ടായത്? പൈസ ആവശ്യപ്പെട്ട് തുടങ്ങിയപ്പോഴാണ്. ഞങ്ങൾ ഒരു സ്ഥലം കേസ് വന്നായിരുന്നു. ആ സ്ഥല കേസിൻ്റെ ആവശ്യത്തിന് വന്നപ്പോഴാണ് ഈ പ്രശ്നം നമുക്ക് തുടങ്ങിയത്. മേരിക്കുട്ടി, ഇന്നലെ എന്നോട് സഹോദരി ഭർത്താവ് പറഞ്ഞത്, ബാബു പറഞ്ഞത്, സാബുവിന് അത്ര സാമ്പത്തിക ബുദ്ധിമുട്ട് വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ ഇതൊരു ആത്മഹത്യയല്ല എന്നൊരു സംശയം പോലും എൻ്റെ അടുത്ത് സഹോദരി ഭർത്താവ് പ്രകടിപ്പിച്ചിരുന്നു. മേരിക്കുട്ടിക്ക് അങ്ങനെ ഒരു സംശയമുണ്ടോ? അങ്ങനെ ഒരു സംശയമില്ല, ആത്മഹത്യ തന്നെയാണ് എന്നാണ് എൻ്റെ കാരണം. എന്നാന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് മനക്കെട്ടി ഇല്ലാത്ത ഒരാളാണ്. മനക്കെട്ടി ഇല്ലാത്ത ഒരാളാണ് ആകാനാണ് സാധ്യത. കാരണം ഇവിടുന്ന് രാത്രിയിൽ ഇറങ്ങി കതക് പൂട്ടിയിട്ടില്ല, കതക് പൂട്ടാതെ ഇറങ്ങി പോയേക്കുന്നു. അതായത് മേരിക്കുട്ടിയുടെ വീട്ടിൽ നല്ല പോയത്. പിന്നെ കഴുത്തേൽ ഒരു മാല ഉണ്ടായിരുന്നു, മാല ഇതുവരെ കിട്ടിയിട്ടില്ല. കഴുത്തിലെ ഒരു മാല ഉണ്ടായിരുന്നു, ഒരു 3 പവന്റെ, അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അതെവിടെ പോയിട്ടുണ്ടാവും മേരിക്കുട്ടി? വേറെ എവിടെയെങ്കിലും പണയം വെക്കാനോ മറ്റോ ശ്രമിച്ചിട്ടുണ്ടാവും? അതെവിടെ പോയിട്ടുണ്ടാകുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇല്ല, പണയം വെക്കാൻ ശ്രമിച്ചിട്ടില്ല, സാധ്യത കുറവാണ്. ഈ അവസാനം മേരിക്കുട്ടി സാബുവിനെ കാണുന്നത് എപ്പോഴാണ്? കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒന്നുകൂടെ സാബുവിനെ കാണുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒന്നിച്ചാ പോയത് ബുധനാഴ്ച. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ്റെ സമയത്ത് സാബു വന്നായിരുന്നു. ഓപ്പറേഷൻ്റെ സമയത്ത് ഈ അനസ്തേഷ്യയൊക്കെ തന്നുകൊണ്ട് എനിക്കൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു. സാബുവിനത് കണ്ടപ്പോൾ എന്തോ ഒരു പേടിയൊക്കെ തോന്നിയായിരുന്നു. അത് കഴിഞ്ഞ് ആ സമയത്ത് സാബു അവിടെ വന്നായിരുന്നു ഓപ്പറേഷൻ്റെ സമയത്ത്. അന്നേരം എനിക്കും ആളെ ഒന്നും ബോധം വരുന്നതിന് മുമ്പല്ലേ, അതുകൊണ്ട് അത്രയും നമ്മൾ ക്ലിയർ ആയിട്ട് കണ്ടില്ല. എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയപ്പോഴാണ്. അതിനുശേഷം എപ്പോഴാണ് ഡിസ്ചാർജ് ആയത് മേരിക്കുട്ടി? ഡിസ്ചാർജ് ആയത് ഇന്നലെ. ഇത് സംഭവത്തിന് ശേഷം? സംഭവത്തിന് ശേഷമാണ് ഡിസ്ചാർജ് ആയത്. അപ്പോൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആക്കുകയാണ് ചെയ്തത്. ഇന്നലെ ചെയ്യുമായിരുന്നു, പക്ഷെ ലേറ്റ് ആകുമായിരുന്നു. പക്ഷെ അവർ ആശുപത്രിക്കാർ എത്രയും പെട്ടെന്ന് ചെയ്തു തന്നു. ഈ സാബു ഡിസ്ചാർജിന് വേണ്ടിയിട്ടാണോ പൈസ പ്രധാനമായിട്ടും ചോദിച്ചത്? അത്രയും പൈസ വേണ്ടി വന്നിരുന്നോ? ഈ സർജറിയുടെ പൈസ അടയ്ക്കാനും ഒക്കെയാണോ ഈ 2 ലക്ഷം രൂപയോളം ചോദിച്ചത്? പൈസ അതെ, സർജറിയുടെ പൈസ അടയ്ക്കാനായിട്ട്. ഡോക്ടർ നേരത്തെ അവിടുന്ന് ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു, 95 രൂപയോളം കീ ഹോളിന് തന്നെയാവും, പിന്നെ ബാക്കി സർജറിക്ക് തന്നെയാവും, പിന്നെ ബാക്കി എക്സ്പെൻസ് എല്ലാം കൂടെ ഒരു നല്ലൊരു എമൗണ്ട് ആവുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് ഒരു 2 ലക്ഷം രൂപ എങ്ങനെയാലും തരണമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ഒന്ന് സമാധാനത്തിൽ ഈ ബാങ്കുകാർ പറഞ്ഞിരുന്നെങ്കിൽ പൈസ മറ്റെവിടെന്നെങ്കിലും ഒന്ന് വേണമെങ്കിൽ നമുക്ക് സംഘടിപ്പിക്കാമായിരുന്നു. ഇപ്പം 3 പവൻ്റെ മാലയൊക്കെ കയ്യിലുണ്ട്, വേണമെങ്കിൽ അത്യാവശ്യം പണയം വെച്ചാലും മറ്റു വഴിയിലൂടെ പണം സമ്പാദിക്കാമായിരുന്നു. അപ്പോൾ പണം ഇല്ലാത്തതായിരിക്കില്ലല്ലേ മാനസിക വിഷമം ഉണ്ടാക്കിയത്? പണമില്ലാത്തതല്ല, അവർ ഹരാസ് ചെയ്താണ് ഏറ്റവും പ്രശ്നമായത്. ഇതൊരു പക്ഷേ സാബു ലാസ്റ്റ് ദിവസം പോയപ്പം തള്ളി വിടുകയും എല്ലാവരും ആ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിച്ചവരിൽ ഒരാൾ ഒരു പക്ഷേ സാബുവിൻ്റെ ഫാമിലി ആയിരിക്കും. സാബു ആയിരിക്കും അല്ലേ? ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന മുഴുവൻ സമ്പാദ്യം അവിടെയാണോ നിക്ഷേപിച്ചിരുന്നത്? അതെ, 100%. ഈ മേരിക്കുട്ടി, അങ്ങനെയുള്ളൊരു ട്രീറ്റ്മെന്റ് അവിടെ റിക്വസ്റ്റ് ചെയ്യാൻ ഒരു നിവൃത്തിയില്ല.
എവിടുന്ന്? ഈ സൊസൈറ്റിയിൽ നിന്ന്. അതായത് ഇത്രയും പണമൊക്കെ നിക്ഷേപിക്കുന്ന ഒരാളെ സാധാരണ സൊസൈറ്റിക്കാർ വളരെ നന്നായി സൂക്ഷിക്കുകയും നല്ല സൗഹാർദ്ദം ഉണ്ടാവുകയും വരുമ്പോൾ കുറച്ച് ബഹുമാനമൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നതാണ് പതിവ്. അതൊന്നും ഉണ്ടായിട്ടില്ലേ? ഒരു 1.5 വർഷം മുമ്പ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. 1.5 വർഷം മുമ്പ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ പൈസ ആവശ്യപ്പെട്ടപ്പോൾ തൊട്ടാണ് പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങിയത്. ഈ പുതിയ ഭരണസമിതി എപ്പോഴാണ് വന്നത്? നിങ്ങൾ പൈസ ഇടുന്ന സമയത്ത് ഇതേ ഭരണസമിതി ആയിരുന്നോ? പൈസ ഇടുന്ന സമയത്ത് വർഗീസ് സാറായിരുന്നു പ്രസിഡന്റ്. ഒരു പ്രായമുള്ള വർഗീസ് സാറായിരുന്നു. അതും CPM-ന്റെ ആളാണോ അതോ കോൺഗ്രസിന്റെ ആയിരുന്നു? കോൺഗ്രസിന്റെ ഭരണസമിതി. ഇല്ല, കോൺഗ്രസിന്റെ ആളായിരുന്നു. അന്നേരം ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ നാൾ വർഗീസ് സാറായിരുന്നു. വർഗീസ് സാർ CPM-ലേക്ക് ആയായിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ കണ്ടൊക്കെ നമ്മൾ കേട്ടത്. ഈ സന്ധ്യ എന്ന സുഹൃത്ത് വഴിയാണ് മേരിക്കുട്ടിയും വർഗീസും പൈസ അവിടെ ഇടാൻ തീരുമാനിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സന്ധ്യ സുഹൃത്തായിരുന്നു അല്ലേ? അതെ, സന്ധ്യ സുഹൃത്തായിരുന്നു. തൊട്ടയിലൊക്കെയായിരുന്നു. ഈ സന്ധ്യയും റജിയും പറയുമായിരുന്നു പൈസ ഇടണം, പലിശ കിട്ടുന്നത് പോലെ അവിടെ ഇടുമായിരുന്നു. എത്ര നാളായിട്ട് ഈ പൈസ എവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു മേരിക്കുട്ടി? പൈസ ഇടുന്നത് എന്നാണ്? 2007 തൊട്ട് 2007 മുതൽ 17 വർഷമായിട്ട്. ഈ 1.5 വർഷം മുമ്പ് ഈ പൈസ എടുക്കാൻ പോയപ്പോൾ മാത്രമാണ് ബുദ്ധിമുട്ടുണ്ടായത് അല്ലേ? 100%. ഈ അതിലേറ്റവും മോശമായിട്ട് അതിനിടയ്ക്ക് ഇടതു ഭരണസമിതിയൊക്കെ വന്നു. പക്ഷേ പൈസ എടുക്കാൻ പോയപ്പോൾ ഇപ്പോഴത്തെ ഇടതു ഭരണസമിതിയിലെ ഈ റജി ആണോ യഥാർത്ഥത്തിൽ ഇത്രയും മാനസിക വിഷമം ഉണ്ടാക്കിയത്? റജി തന്നെയല്ലേ എല്ലാവരും ഉണ്ടാക്കി. എല്ലാവരും നമ്മളോട് ശരിക്കും പെരുമാറിയിട്ടുണ്ട്. അവിടെ ഉണ്ട് ഒത്തിരി പേര്. പൈസ എടുക്കാൻ ചെല്ലുമ്പം ഇവരെന്താ പറയുന്നത്? അവനവൻ്റെ വീതം മേരിക്കുട്ടി പൈസ നിങ്ങളെ കാണുന്നതേ അവർക്ക് പൈസ എടുക്കാൻ ചെല്ലുമ്പം കാണുന്നതേ ബുദ്ധിമുട്ടാണ്. അത് നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കുക. പല കാര്യങ്ങളും ഞാൻ ഈ അമ്മച്ചിയെ കിടപ്പിലുള്ള അമ്മച്ചിയെ ഇട്ടേച്ച് പല പ്രാവശ്യം പോയിട്ടുണ്ട്. അന്നേരമൊക്കെ നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഉണ്ടാകുകയില്ല. വൈകുന്നേരം 3 മണിക്ക് 4 മണിക്ക് മണിക്കൂറുകൾ ഞങ്ങളെ പിടിച്ചിരുത്തി വായിക്കും. കുറേ കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും പറയുമെന്ന് പറഞ്ഞാൽ ഞാൻ നിവൃത്തി കെട്ടിട്ട് പറയുന്നു. അതുപോലെ അവസ്ഥയായിരുന്നു ഞങ്ങൾ. പോയി മടുത്ത ദിവസങ്ങൾ. ഈ സന്ധ്യയെടുത്തും റജിയെടുത്തും അതിനുശേഷം മേരിക്കുട്ടി പറഞ്ഞില്ലേ ഇത് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ പൈസ ഇട്ടത്, എന്നിട്ട് എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചില്ലേ? അത് സന്ധ്യയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സന്ധ്യ ഒരു പാവം കൊച്ചാണ്. സന്ധ്യ അത് കഴിഞ്ഞ് സന്ധ്യയ്ക്ക് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാത്ത അവസ്ഥയായി പാവത്തിന്. അപ്പോൾ റജി ഞങ്ങളോട് ഭയങ്കരമായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് വർത്താനം. ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞത് നിൻ്റെ അമ്മയ്ക്ക് ക്യാൻസറായിട്ടാണ് ഇവിടെ നീ വന്നേക്കുന്നത്, പൈസയ്ക്ക് വന്നേക്കുന്നതെന്ന് പറഞ്ഞത്. അന്ന് ഞാൻ കരഞ്ഞു പോയി അവിടെ നിന്ന് ഇറങ്ങുക ചെയ്ത്. അതുപോലെ ഭാഷകൾ അതുപോലെയായിരുന്നു. ഇപ്പം പ്രസിഡന്റ് സെക്രട്ടറി. ഈ മറ്റെവിടെയെങ്കിലും ബാങ്കുകളിൽ നിക്ഷേപമുണ്ടോ ഈ സൊസൈറ്റിയിലല്ലാതെ? സൊസൈറ്റിയിലല്ലാതെ ഞങ്ങൾക്ക് സഹകരണ ബാങ്കിൽ കുറച്ച് പൈസയുണ്ട്. അത് പക്ഷേ അതിൽ നിന്ന് ഞങ്ങൾ ലോൺ എടുത്തേക്കോ സ്വർണം പുതുക്കി വെക്കാനായിട്ട്. ഒരു കുറച്ച് പൈസ, ഒരു 3-4 ലക്ഷം രൂപയുണ്ട്. അതായത് ഈ ബാങ്കിലെ സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ പണം എവിടുന്ന് വേണമെങ്കിലും കണ്ടെത്താം. എൻ്റെ അടുത്ത് ഇന്നലെ സഹോദരി ഭർത്താവ് പറഞ്ഞത് ആര് ചോദിച്ചാലും സാബുവിന് കണ്ണടച്ച് 2 ലക്ഷം രൂപ കൊടുക്കും. അതുകൊണ്ട് പണമല്ല യഥാർത്ഥത്തിൽ സാബുവിനെ കൊണ്ട് ഈ കടുങ്കൈ ചെയ്യിച്ചതെന്ന്. അത് പണമല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇനിയും ഞങ്ങൾക്ക് 15 ലക്ഷം രൂപ കിട്ടാനുണ്ട് ശരിക്കും. അപ്പോൾ അതിനിയും കിട്ടുകയില്ലെന്നുള്ള ഒരു ചിന്തയിലോട്ടാണ്. ഇനി എനിക്ക് പോകാൻ പറ്റുകയല്ലടി എന്ന് എന്നോട് പറഞ്ഞു. ഇനി എനിക്കത് ചോദിച്ചു പോകാൻ പറ്റത്തില്ല. നമ്മൾ വല്ലാത്ത ട്രാപ്പിൽ പെട്ടുപോയി. ഈ ട്രാപ്പ് എന്ന് ഉദ്ദേശിച്ചത് എന്താ? ആകെയുള്ള സമ്പാദ്യം 15 പിന്നെ കുറച്ച് വസ്തുക്കൾ മാത്രമേ ഉള്ളൂ, ആ ലോണും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണോ ഈ ട്രാപ്പ് എന്ന് ഉദ്ദേശിച്ചത്? അതേ ഉള്ളൂ. അത് സാബു എന്നെ ഉദ്ദേശിച്ചതെന്നറിയത്തില്ല. കാരണം അതുപോലെ ഒരു ഭീഷണി കിട്ടിയത് കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഓക്കെ, എനിക്കറിയാം. ഇപ്പോൾ ചികിത്സ കഴിഞ്ഞതേ ഉള്ളൂ മേരിക്കുട്ടി. നമ്മൾ ഇത്രയും ചോദിക്കേണ്ടിയിരുന്നത് അതിൻ്റെ വസ്തുത അറിയാൻ വേണ്ടിയാണ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ സജിക്കെതിരെയും റജിക്കെതിരെയും ബാങ്കിലെ അധികൃതർക്കെതിരെയും നടപടി വേണം. എന്ത് നടപടി വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ഇപ്പോൾ ഇതിൽ ചുമത്താൻ കഴിയുക. അതുമായി ബന്ധപ്പെട്ട് അതേപോലെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസും എടുക്കണം. ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. തൃപ്തികരമാണെന്ന് കരുതുന്നുണ്ടോ?
തൃപ്തികരമാണെന്ന് കരുതുന്നുണ്ട്. നീതി ലഭിക്കണം നമുക്ക്.